Hey everyone, a very warm welcome to Tools Academy. ഇന്ന് നമ്മൾ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിപ്പയർഡ് എ വെരി ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ യു. കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലേക്ക് പ്രിപ്പയർ ചെയ്ത് എത്തിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഡൈവ് ഡയറക്ട്ലി ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. In Pamela, Richardson's use of the epistolary form mainly helps to. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് സൈക്കോളജിക്കൽ റിയലിസം ത്രൂ ഇമ്മീഡിയസി ആണ്. സോ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, റിച്ചർഡ്സിൻ്റെ പമേല എന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റോളറി നോവലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ അത് മെയിനായിട്ട് എന്തിനെ സഹായിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. സോ എപ്പിസ്റ്റോളറി ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലെറ്റേഴ്സിലൂടെയും ജേർണൽസിലൂടെയുമാണ് എൻറ്റയർ നോവലിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു ഇമ്മീഡിയസി, ഒരു ഇൻറ്റിമസി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾക്ക് പമേലയുടെ ഇമോഷൻസിലേക്കും മോറൽ കോൺഫ്ലിക്ട്സിലേക്കും ആസ് എ റീഡർ അവളുടെ ലെറ്റേഴ്സിലൂടെ ഒരു ഡയറക്റ്റ് ആക്സസ് ആണ് ലഭിക്കുന്നത്. ഒരു ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് ആക്സസ് നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കൽ റിയലിസം സ്ട്രെങ്തൻ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇത് എന്താ പറയുക, റിച്ചാർഡ്സിൻ്റെ ഒരു മേജർ ഇന്നോവേഷൻ ആണ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിലെ സംഘർഷങ്ങളാകട്ടെ, കൺസേൺസ് ആകട്ടെ, അവരുടെ ലെറ്ററിൽ കൂടെ ഡയറക്റ്റ് നമ്മൾ റീഡേഴ്സിലേക്ക് കൺവേ ആവുകയാണ്. അപ്പം അത് എന്താ പറയുക, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ റിയലിസ്റ്റിക് എഫക്റ്റ് എന്താ പറയുക, കറക്റ്റ്ലി നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇറ്റ് ക്രിയേറ്റ്സ് എ സൈക്കോളജിക്കൽ റിയലിസം ത്രൂ ഇമ്മീഡിയസി എന്നുള്ളതാണ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ മൂവിങ് ഓൺ ടു ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sheridan's satire in the School for Scandal is most effective because it, correct answer option C ആണ്, it allows characters to condemn themselves through speech. ഈ ഷെറിഡാൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് സെൽഫ് എക്സ്പോഷറിനകത്താണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ലൈക്ക് മിസസ് കാൻഡോർ അല്ലെങ്കിൽ ജോസഫ് സർഫസ് എന്നുള്ള ക്യാരക്ടേഴ്സൊക്കെ അവരുടെ ഹിപ്പോക്രസി റിവീൽ ചെയ്യുന്നത് അവരുടെ തന്നെ ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ അവരുടെ തന്നെ കോൺവെർസേഷൻസിലൂടെയാണ് അവരുടെ ഹിപ്പോക്രസി റിവീൽ ചെയ്യുന്നത്. അതായത് ഒരു ഓതോറിയൽ പ്രീച്ചിങ് ഇവിടെ ഷെറിഡാൻ ചെയ്തിട്ടില്ല. ഇൻസ്റ്റഡ് അദ്ദേഹം ചെയ്തത് ഡയലോഗ്സ് തന്നെ മോറൽ എവിഡൻസ് ആയി മാറുകയാണ്. അതാണ് ഈ കോമഡി ഓഫ് മാനേഴ്സിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ ഫ്ലോസ് ഒക്കെ അവരുടെ തന്നെ ബിഹേവിയറിലൂടെയാണ് ഷെറിഡാൻ നമുക്ക് മുന്നിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ക്യാരക്ടർ എന്താ പറയുക, അവരെ തന്നെ ബിട്രേ ചെയ്യുകയാണ്. ഇവിടെ അങ്ങനെയാണ് സറ്റയർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിറ്റിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഷാർപ്പറാണ്, മോർ എലഗൻ്റ് ആണ്. ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓംനിസൈൻ നറേറ്റർ വന്നിട്ട് ഇതാണ് റോങ് അല്ലെങ്കിൽ ഇതാണ് റൈറ്റ് എന്നൊരു മോറൽ പ്രീച്ചിങ് തരാണ്ട് ക്യാരക്ടേഴ്സ് തന്നെ അവരുടെ ഫ്ലോസ് വെളിപ്പെടുത്തുന്ന രീതിക്കുള്ള ഒരു ഷാർപ്പ് സറ്റയർ അല്ലെങ്കിൽ ക്രിറ്റിസിസമാണ് സ്കൂൾ ഫോർ സ്കാൻഡലിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സറ്റയറായിട്ട് നമുക്ക് തോന്നുന്നത്. സോ ദ വെരി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The persuasive strategy in To His Coy Mistress closely resembles. ഇവിടെ എന്താണ് ഒരു ക്ലോസ്ലി റിസംബിൾ ചെയ്ത് ടു ഹിസ് കോയ് മിസ്ട്രസ്സിലെ പെർസ്വേസീവ് സ്ട്രാറ്റജി എന്തിനെയാണ് റിസംബിൾ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലീഗൽ ആർഗ്യുമെൻറ്റ് എന്നുള്ളതാണ്. അപ്പം ആൻഡ്രൂ മാർവൽ വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ടു ഹിസ് കോയ് മിസ്ട്രസ് എന്നുള്ളത്. എന്തുകൊണ്ട് ഒരു ലീഗൽ ആർഗ്യുമെൻറ്റിൻ്റെ ഫോം എന്ന് പറയാൻ റീസൺ എന്ന് പറയുന്നത്, ഈ പോം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 3 പാർട്ട് ലോജിക്കൽ സ്ട്രക്ചറിലുണ്ട് ഈ ഒരു പോയിമിന്. അതായത് ഒരു ഇഫ് ക്ലോസ് ഉണ്ട്, അതായത് നമുക്ക് ഇൻഫിനിറ്റ് ടൈം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊമൈസിലാണ് ഈ പോയം തുടങ്ങുന്നത്. പിന്നെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്, ഡെത്ത് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്. ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രൊമൈസ് കൊണ്ടുവരുന്നുണ്ട്, പിന്നെ ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ദെയർഫോർ നമുക്കിപ്പോൾ ആക്ട് ചെയ്തേ പറ്റൂ, ഒരു ഫൈനൽ വേർഡിക്റ്റ് പോലെ നമുക്കിപ്പം വി ഹാവ് ടു സീസ് ദ ഡേ അല്ലെങ്കിൽ സീസ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡിക്റ്റും കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു സിലോജിസ്റ്റിക് റീസണിങ് പോലെയാണ്, ഒരു ലവിനെ ഒരു റാഷണൽ പെർസ്വേഷൻ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഇമോഷണൽ പ്ലീഡിങ് ആയിട്ടല്ല ഇവിടെ പറയണേ. അതായത് എന്താ പറയുക, മാർവൽ എന്ന് പറയുന്ന ആൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സമയമില്ല, അതുകൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റൂ. ജസ്റ്റ് ലൈക്ക് ഹൗ എ ലോയർ പ്രസൻറ്റ് ഹിസ് കേസ്.
പ്രൊമൈസ് പറയും, ആർഗ്യുമെൻറ്റ്സ് പറയും. അതുകൊണ്ട് ഇതാണ് ദിസ് ഇസ് ദ ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ലോയർ ഒരു കോർട്ടിൽ കേസ് പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ നമ്മുടെ എന്താ പറയുക ആൻഡ്രൂ മാർവെൽ ആ ഒരു കവിത പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ലീഗൽ ആർഗ്യുമെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Moving on to the next question number 4. Milton's fusion of pagan and Christian imagery in Lycidas primarily reflects. അപ്പം മിൽട്ടൻ്റെ ഈ പേഗൻ ക്രിസ്ത്യൻ ഇമേജറി എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് റിനൈസൻസ്, സിൻക്രറ്റിസം ആൻഡ് പോയറ്റിക് ഇൻഹെറിറ്റൻസ് ആണ്. മിൽട്ടൺ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലിസിഡസ് എന്ന കവിതയിൽ പേഗൻ എലമെൻറ്റ്സ് ആയിട്ട് മ്യൂസസ്, പാസ്റ്റൽ ട്രഡീഷൻ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ തിയോളജി, ഈ റിസറക്ഷൻ ഇമേജറി, ഡിവൈൻ ജഡ്ജ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യമാണ് റിനൈസൻസ് സിൻക്രറ്റിസം ആണെന്നുള്ളത്. അതായത് ക്ലാസിക്കൽ ബിലീഫായാലും ക്രിസ്ത്യൻ ട്രഡീഷണൽ ബിലീഫായാലും കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് രണ്ടിനും ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ഫിലോസഫിയാണ് അവിടെ മുന്നോട്ട് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു പോയറ്റിക് ഇൻഹെറിറ്റൻസ് കാണാൻ പറ്റും. അതായത് മിൽട്ടൺ ആ ഒരു ക്ലാസിക്കൽ ഫോംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ക്രിസ്ത്യൻ ഹോപ്പും കാണിക്കുന്നുണ്ട്. അതായത് കണ്ടിന്യൂയിറ്റിയും കാണിക്കുന്നുണ്ട്, ഇന്നോവേഷൻ ഇൻ പോയറ്റിക് ട്രഡിഷനും കാണിക്കുന്നുണ്ട്. അതായത് അന്നത്തെ ഒരു റിനൈസൻസ് ഫീച്ചർ ആയിട്ടുള്ള എന്താ പറയുക സിൻക്രറ്റിസം കാണിക്കുന്നുണ്ട്. അത് തന്നെയുമല്ല ഒരു ഇന്നോവേഷൻ, ഒരു പോയറ്റിക് ഇൻഹെറിറ്റൻസ് പ്ലസ് ഇന്നോവേഷനും അവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഫ്യൂഷൻ ഓഫ് പേഗൻ ആൻഡ് ക്രിസ്ത്യൻ ഇമേജറി എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് അല്ലെങ്കിൽ ഇറ്റ് റിഫ്ലെക്ട്സ് റിനൈസൻസ് സിൻക്രറ്റിസം ആണ് ആൻഡ് പോയറ്റിക് ഇൻഹെറിറ്റൻസുമാണ് കാണിക്കുന്നത്. So moving to the next question number 5. The obsessive attention to time in epithalamion serves which deeper poetic function? So the correct answer here is sacralizing marriage union through cosmic order എന്നുള്ളതാണ്. അതായത് എന്താ പറയുക ഇവിടെ എപ്പിത്തലാമിയനിൽ മാരേജ് അല്ലെങ്കിൽ എന്താ പറയുക ഇസ് വെരി മച്ച് അസോസിയേറ്റഡ് വിത്ത് ടൈമുമായിട്ടല്ല, അതായത് ഒരു 24 hours ഓഫ് എ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു മാരേജ് സെറമണി കാണിച്ചിരിക്കുന്നത്. അതായത് ടൈം ഇവിടെ എപ്പിത്തലാമിയനിൽ ഒരു മെക്കാനിക്കൽ അല്ല, ഭയങ്കര റിച്വലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഡോൺ ടു നൈറ്റിലെ മൂമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് റൈറ്റ് മിറർ ചെയ്യുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ മാരേജ് ഒരു പ്രൈവറ്റ് ആക്ട് എന്നത് ഒരു കോസ്മിക് ഈവൻറ്റ് എന്ന ലെവലിൽ എലിവേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നേച്ചർ, ടൈം, ഹ്യൂമൻ ലവ് എല്ലാം ഹാർമണി, ഒരു ഫങ്ഷൻ ഹാർമണി ഈ ഒരു കവിതയിൽ. അതായത് സ്പെൻസർ ആക്ച്വലി ഇവിടെ മാരേജിനെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇറോട്ടിക് ലവ് പോലും ഡിവൈൻ ആൻഡ് നാച്ചുറൽ ഓർഡറിനോട് കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു റിനൈസൻസ് ഹ്യൂമനിസത്തിൻ്റെ ഒരു ഹോൾമാർക്കായിരുന്നു അതെന്ന് പറയുന്നത്. അതായത് മാരേജിനൊക്കെ അത്രയും സാങ്ക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹോളി ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടൈം ശരിക്കും ഒരു എന്താ പറയുക ഒബ്സർവേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ആ മാരിറ്റൽ യൂണിയൻ കോസ്മിക് ഓർഡറിലൂടെ സാക്രലൈസ് ചെയ്യുന്ന ഇമേജറി തന്നെയാണ് ആൻസർ ഇവിടെ എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ വെരി നെക്സ്റ്റ് question number 6. In the Spanish tragedy, Hieronymus' delay in revenge mainly highlights. Correct option answer C ആണ് the psychological burden of justice versus revenge. ഇവിടെ ഹിറോണിമോയുടെ ഹെസിറ്റേഷൻ വളരെ സൈക്കോളജിക്കലാണ്. അദ്ദേഹം ഒരു കൊവേർഡ് ആയതുകൊണ്ടല്ല ആ ഹെസിറ്റേഷൻ വരുന്നത്. അതായത് ലീഗൽ ജസ്റ്റിസിനും പേഴ്സണൽ റിവെഞ്ചിനും ഇടയ്ക്ക് ആകെ ടോണാണ് ഹിറോണിമോ എന്ന് പറയുന്നത്. അതായത് ആസ് എ ജഡ്ജായിട്ട് ലീഗൽ ജസ്റ്റിസ് കിട്ടണം എന്നുണ്ട്, പക്ഷെ ഒരു അച്ഛനായിട്ട് പേഴ്സണൽ റിവെഞ്ചും വേണം എന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു രണ്ട് ഡിസിഷൻസിനും ഇടയ്ക്ക് ആകെ സൈക്കോളജിക്കലി ടോണായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹിറോണിമോ എന്ന് പറയുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇന്നർ ടോൺ മാഡ്നസ്സും ഒക്കെ ആ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിവെഞ്ച് ഒരു ഹെറോയിക് ആയിട്ടല്ല, പക്ഷെ ഇമോഷണലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണ് റിവെഞ്ച് ഇതിൽ പോർട്രേ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡെപ്ത്, സ്പാനിഷ് ട്രാജഡിക്കുള്ള ഈ ഒരു ഡെപ്താണ് ശരിക്കും പറഞ്ഞാൽ സെനക്കൻ റിവെഞ്ചിൻ്റെയും ഷേക്സ്പീരിയൻ സൈക്കോളജിക്കൽ ഡ്രാമയുടെയും ഇടയ്ക്കുള്ള ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഷേക്സ്പീരിയൻ ട്രാജഡീസിന് എന്താ പറയുക ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. എസ്പെഷ്യലി ഹാംലെറ്റ് പോലുള്ള ഒരു ഡ്രാമയ്ക്കൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള വർക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി ദ സൈക്കോളജിക്കൽ ബേർഡൻ ഓഫ് ജസ്റ്റിസ് വേഴ്സസ് റിവെഞ്ച് ആണ്. അപ്പം ദാറ്റ് ഈസ് ഓൾ ഫോർ ദ
questions today. I know I have only discussed a very few questions. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഐ റിയലി ഹോപ്പ് ദിസ് സെഷൻ വാസ് വെരി യൂസ്ഫുൾ ടു യു. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു എന്നും വിചാരിക്കുന്നു. വിൽ സീ യു വിത്ത് അനദർ ക്വസ്റ്റ്യൻസ് ഇൻ അനദർ സെറ്റ് ഓഫ് വീഡിയോ. വരും വീഡിയോസിൽ സിമിലർ ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇനിയും കാണും. സോ until then, thank you.